എൻ്റെ ചാച്ചൻ്റെ പേര് ചാക്കോ എന്നാണ്, വീട്ടുപേര് കവിയിൽ, നിങ്ങൾക്ക് സ്വാഭാവികം. ഈ പ്രവിത്താനം ഭാഗത്തുനിന്ന് എൻ്റെ വല്യപ്പനായിട്ട് ചന്ദനിക്കാമ്പാറ എന്ന് പറയുന്ന മലബാറിലെ തലശ്ശേരി ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നെ കൊച്ചുനാളിൽ വിളിച്ചിരുത്തി ചില പാലായിലെ കഥകൾ പറയുമായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത്, ഈ നാട്ടിൽ സർ സി പി എന്ന് പറയുന്ന ഒരു വലിയ ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം സഭയ്ക്കെതിരായി പല പ്രവർത്തനങ്ങളിൽ ആജ്ഞാപിച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി അഭ്യന്യ പിതാക്കന്മാര് അതിനെ എതിർത്തു എന്നും, ഈ എതിർത്ത ബഹുമാനപ്പെട്ട അഭ്യന്യ കളശ്ശേരി പിതാവിനെ പറ്റിയൊക്കെ ശാസ്ത്രജ്ഞനോട് പറഞ്ഞു തരുമായിരുന്നു. ഈ കളശ്ശേരി പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീട് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞതും എൻ്റെ മനസ്സിൽ, ഈ കൊച്ചുനാളിൽ എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോഴല്ലേ ഞാൻ കേൾക്കുന്നത്. എനിക്ക് വലിയ ആവേശമായിരുന്നു. എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞു, അരമനയ്ക്ക് ചുറ്റും നമ്മുടെ ആളുകള് ദിനരാത്രങ്ങൾ കാത്തു നിന്നു, കാവൽ കോട്ട പോലെ നിന്നു എന്നാണ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത്. ചാച്ചൻ പറഞ്ഞു, മോനെ അതാണ് നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ ചരിത്രം എന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ സിരകളില് ഈ രക്തം ഇങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തിളയ്ക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം അതാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തില് ഈ പാലായുടെ നടുവിറ്റത്ത് നമ്മുടെ അഭിവന്യ കല്ലറക്കാട്ട് പിതാവ് നമ്മുടെ സഭയുടെ, നമ്മുടെ സമുദായത്തിന് വരുന്ന ചില അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ എവിടെ വെച്ചാണ്? കുറവലങ്ങാട് പള്ളിയിൽ വെച്ച്, ബലിപീഠത്തിൽ വെച്ച് അഭിവന്യ പിതാവ് പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഇവിടെ ചില ദുഷ്ടശക്തികൾ പ്രതികരിച്ചപ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത പാലായുടെ ടൗണില് മറ്റുള്ള ആളുകൾ വന്ന് അതിനെതിരെ പറഞ്ഞപ്പോൾ എത്ര കത്തോലിക്കലുണ്ടായിരുന്നു ഇവിടെ? എവിടെ നമ്മുടെ അഭിമാനം? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഭിമന്യ പിതാവിനെ കാണാൻ പാമ്പ്ലാനി പിതാവും ഞാനും കൂടെ ഇവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തെ കുറിച്ച് അഭിമാന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ പിതാവിനെ ചോദ്യം ചെയ്യുവാൻ ഈ മണ്ണിൽ ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മൾ കോട്ട പോലെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സഭാ നേതൃത്വത്തെ കോട്ട പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ കത്തോലിക്ക സമുദായമുണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടത് എന്താണ്? നമുക്ക് ഈ സമുദായ ബോധം വേണം. നമ്മൾ സഭയുടെ മക്കളാണെന്ന് നമുക്ക് ബോധം വേണം. ഈ ബോധം വെറുതെ അങ്ങ് ഉണ്ടാവുകയില്ല. അതുണ്ടാകണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പരസ്പരം പ്രവർത്തിക്കണം. സഭാ നേതൃത്വവും സഭാ അംഗങ്ങളും ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ വളരണം. പ്രിയപ്പെട്ടവരെ, അല്പം മുമ്പ് അഭിമന്യ പിതാവ് ഈ നിധീരിക്കൽ സാറിന്റെ കാര്യം പറഞ്ഞു, പൈസ കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം. പിതാവ് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആശയം പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. നമ്മുടെ സമുദായത്തിലെ പാവപ്പെട്ട ആളുകള്, പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത സമുദായ അംഗങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിധീരിക്കൽ സാറിനെ പോലെ സന്മനസ്സുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് എന്തുകൊണ്ട് നമുക്കൊരു കത്തോലിക്ക പെൻഷൻ നടത്തിക്കൂടാ? അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നിടം വരെ അവരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് വിചാരിച്ചാൽ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപതയിലുള്ള ചിറ്റാരിക്കാൽ തോമാപുരം എന്നാണ് നമ്മൾ പറയുന്നത്, തോമാപുരം കൊറോന പള്ളിയിൽ ഇതുപോലെ വലിയൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷം ബഹുമാനപ്പെട്ട ജോണി സാറൊക്കെ അന്നുണ്ട്. ഒരു ചേട്ടൻ ഒരു കൊച്ചു പയ്യനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ സമുദായത്തെ കുറിച്ച് വാദവരാതെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഈ ചെക്കന് പഠിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ മകനല്ല, അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. ആ കുടുംബത്തിന് വീടില്ലാഞ്ഞിട്ട് തളിപ്പറമ്പ് ഇടവകക്കാരാണ് ഒരു വീട് വെച്ച് കൊടുത്തത്. അവർക്ക് ജീവിക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് അവർ ജീവിക്കുന്നത്. ഈ കുഞ്ഞിന് 12ാം ക്ലാസ് പാസ്സായ ആ ചെക്കന് എല്ലാ വിഷയത്തിലും ഫുൾ A+ ആണ്. അവന് പഠിക്കാൻ നിർവാഹമില്ല. എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ ഗ്ലോബൽ ഡയറക്ടറിന്റെ ഈ കൊച്ചിനെ ഏറ്റെടുത്ത് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കത്തോലിക്ക സമുദായം ഈ കൊച്ചിനെ പഠിപ്പിക്കും. ഞാൻ ഈ കാര്യം അവിടെ പിന്നെ പോയൊരു മീറ്റിങ്ങിൽ പറഞ്ഞു. എന്നോട് വ്യക്തിപരമായിട്ട് ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അതിരൂപത പ്രസിഡന്റ് വന്ന് പറഞ്ഞു, അച്ഛാ ഒന്നും ഭയപ്പെടണ്ട, ഈ കൊച്ചിനെ നമുക്ക് അവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സമുദായ അംഗങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരു സമുദായ ബോധം വേണം. നമ്മള് വെറും ഒരു ഭൗതിക സംഘടനയല്ല. അഭിമന്യ പിതാവ് പറഞ്ഞു,
വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ പറയും ഒന്നുകൂടി കടത്തി, ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ ചരിത്രം അബ്രാഹത്തിലെത്തി നിൽക്കുന്നതാണ്. ദൈവപിതാവ് ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത ഒരു സമുദായത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മുടെ ഇസ്രായേലിന്റെ പിൻതലമുറ. അഭിനവ ഇസ്രായേൽ, അതാണ് സഭ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സഭയിലെ ഓരോ അംഗവും പ്രധാനപ്പെട്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, 12 ഗോത്രങ്ങളിലായിട്ട് കർത്താവായ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തിയ സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രതിനിധികള് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇതൊരു വലിയ സന്ദേശമാണ്. ഈ ലോകത്ത് എവിടെയൊക്കെ സുറിയാനി കത്തോലിക്കനുണ്ടോ അവിടെയൊക്കെ കത്തോലിക്ക കോൺഗ്രസ് വളർന്നു വരണം. എന്തിനാണ്? നമ്മുടെ സമുദായ ഐക്യം വളർത്തിയെടുക്കുവാൻ, ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം താങ്ങാകുവാൻ, തണലാകുവാൻ അത് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് പരസ്പരം കൂട്ടായ്മയിൽ നിൽക്കാം. അഭിയന്റെ പിതാവിന്റെ നേതൃത്വത്തില് വിശ്വാസത്തിലൂന്നി പരസ്പര സ്നേഹത്തിൽ വളരുമ്പോൾ ഈ സമുദായം സമൂഹത്തിൽ പ്രസക്തമാവും. ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ കമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു ഇടവകയുണ്ട്, ചെറുപുഴ അടുത്ത്. അവിടെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല, ഇവിടെ ഇപ്പൊ പള്ളി നിറച്ച ആളുകൾ ഇരിപ്പുണ്ട്. ഒരു 40-50 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ കുഞ്ഞു കാണികൾ ഞാൻ പറഞ്ഞു. ഞാനത് തെളിയിച്ചു കൊടുത്തു. പക്ഷെ അത് നമ്മുടെ മീഡിയക്കാര് ഒപ്പിയെടുത്തു, അവരത് യൂട്യൂബിലിട്ടു. കുറേയേറെ പേരത് കണ്ടു. ഒത്തിരിയേറെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരിച്ചു. ചില പേര് ഞാൻ പറയുന്നില്ല, എറണാകുളത്തുള്ള വിമതന്മാര് എന്നെ വിമർശിച്ച് എഴുതുന്നത് ഞാൻ കണ്ടു. എഴുതുക മാത്രം ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. സഭയെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് സമുദായം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് അവർക്ക് കൊണ്ടു എന്ന്. ഇല്ലെങ്കിൽ അങ്ങനെ എഴുതിയല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ചിറ്റാരിക്കാലിലെ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് മുമ്പിലിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു. ആ ചേട്ടൻ പാലാപ്രദേശത്ത് പോയതാണ്. ചേട്ടന്റെ വീട്ടിൽ എത്ര പേരാണ് നിങ്ങളുടെ സഹോദരങ്ങൾ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ 10 പേരാച്ചാണ്. ചേട്ടന് എത്ര മക്കളുണ്ട്? എനിക്ക് 3 പിള്ളേരാണ്. ഒരാളൊരു അച്ഛനാണ്, ഒരാളൊരു സിസ്റ്ററാണ്, ഒരാൾ കുടുംബജീവിതം നയിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന ആൾക്ക് എത്ര കുട്ടികളുണ്ട് ചേട്ടാ? ഒരാളുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ 10 പേരുള്ള ചേട്ടന്റെ സഹോദരങ്ങളുടെ ഉൾപ്പെട്ട ചേട്ടന് 3 പേരാണ് മക്കള്. 10, 3, അവരിൽ ഒരാൾക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 40-50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ 10 പേര് 3 പേരായി ഒന്നായി, അടുത്തത് ഇല്ലാതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനസംഖ്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തില് അന്യം നിന്ന് പോകാൻ പോകുന്ന ഒരു സമുദായം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. 2005 ഇവിടുത്തെ സർക്കാർ ഇറക്കിയ ഒരു കണക്ക് പ്രകാരം 17.6% ക്രൈസ്തവ ജനതയുടെ ജനന നിരക്ക് ഇവിടെ. 2019 അത് 14.28 താന്നു. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ 2019-20 കാലഘട്ടത്തില് മരിക്കുന്ന ക്രൈസ്തവരുടെ ശതമാനം എത്രയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 19.4. 14 പേര് ജനിക്കുമ്പോൾ 19 പേര് മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജനന നിരക്കിനേക്കാൾ കൂടുതൽ മരണനിരക്കുള്ള ഒരു സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ഞാൻ പറഞ്ഞത് സത്യമാകാൻ ഞാനന്ന് ജീവിച്ചിരിക്കുകയാണ്. 50 വർഷത്തോടെ ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നില്ല. പക്ഷേ പ്രായം കുറവുള്ളവർ നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ദൈവം തരുന്ന വലിയ ദാനമാണ് മക്കളെന്ന് നമ്മൾ പഠിപ്പിക്കുകയും മക്കള് ധാരാളം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമുദായം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗം നിർത്തുകയാണ്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സങ്കല്പങ്ങളെ ബോധപൂർവം ചില കുൽസിത ശക്തികള് ഇകഴ്ത്തി കാണിക്കുവാനും ഇല്ലാതാക്കുവാനും മോശമാക്കി കാണിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്തിടെ ഇറങ്ങുന്ന ഒരു സിനിമ, എന്നതിൻ്റെ പേര് ബൊഗൈൻവില്ല എന്നാണ് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഇറങ്ങിയൊരു പാട്ട് നല്ലതൊക്കെ, അതിൻ്റെ വരികളൊക്കെ നല്ലത് തന്നെയാണ്, ദൈവപിതാവിനെ സ്തുതിക്കുന്നതായിട്ട്. പക്ഷേ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. നമ്മുടെ ക്രൈസ്തവ സംസ്കാരത്തെ, നമ്മുടെ വിശുദ്ധ സങ്കല്പങ്ങളെ തച്ചുടയ്ക്കാൻ ബോധപൂർവം പൊതുസമൂഹത്തില് ഇകഴ്ത്തി കാണിക്കാനുള്ള പരിശ്രമം ഉണ്ടാവുകയാണ്. നമ്മൾ എന്താ ഇതിനെതിരെ ചെയ്യുന്നത്? നമുക്കൊരു നല്ല സിനിമ ഇറക്കാൻ സാധിക്കുന്നുണ്ടോ?
ഞാൻ കേട്ട് ഈ പാലക്കാരിൽപ്പെട്ട ആളുകൾ തന്നെ ഇറക്കുന്നു സ്വർഗം എന്നൊരു സിനിമ നമ്മുടെ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കലാരംഗങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കലകളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മൂല്യങ്ങളെ വളർത്തണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക കോൺഗ്രസിന് ഇതൊക്കെ സാധിക്കും. നമ്മൾ കൂട്ടായി നിന്നാൽ, അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തില് നമ്മുടെ സമുദായ അംഗങ്ങള് വളർന്നു വന്നാൽ നമ്മുടെ സമുദായത്തെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല. ഈ കൂട്ടായ്മയ്ക്കും പരസ്പര വിശ്വാസത്തിനും പരസ്പരം സഹായിക്കുവാനുള്ള സന്നദ്ധതയ്ക്കും വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടാകട്ടെ. അതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ജയ് കത്തോലിക്ക കോൺഗ്രസ്.